ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൊമെൻറ്റ്സ് വിത്ത് അനു. വരാൻ പോണൊരു പ്രധാനപ്പെട്ട ദിവസത്തിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ അവിടെ കൊച്ചിയിലായിരുന്നു ഷൂട്ടിങ്. കൊച്ചിയിലെത്തി എൻ്റെ അനിയനും അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ട്രാഫിക്, എൻ്റെ പൊന്നോ എന്തൊരു ചൂടും. അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഓൾറെഡി പാതി ടയേർഡായിരുന്നു. ഷൂട്ടിംഗ് കൊച്ചിയിലാണെങ്കിലും ഞങ്ങൾ പോയത് ചേച്ചിയുടെ ഫ്ലാറ്റിലേക്കാണ്. ഫ്ലാറ്റ് എവിടെയെന്ന് വെച്ചാൽ എറണാകുളത്താണ് കേട്ടോ. അവിടെ അങ്ങനെ റെസ്റ്റ് എന്ന് പറയാൻ ടൈം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം ഉറപ്പിച്ചതിൽ പിന്നെ ഫുൾ ഓട്ടമാണ്. പക്ഷേ ഈ മൊമെൻറ്റ്സൊക്കെ നന്നായി എൻജോയ് ചെയ്തായിരുന്നു. ജീവിതത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുക. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഞാൻ കല്യാണം കഴിക്കും, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെച്യൂരിറ്റിയൊക്കെ വന്നു. അങ്ങനെ കൺമണിയുടെ കൂടെ കളിച്ച നേരം കൊണ്ട് ഉച്ചയായത് അറിഞ്ഞില്ല. ഉച്ചയായപ്പോഴേക്കും ചേച്ചി ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺമണി പെട്ടെന്ന് എല്ലാവരുമായിട്ട് സെറ്റായിട്ടോ. കൂടുതൽ സെറ്റായത് എൻ്റെ അനിയനുമായിട്ടാണ്. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങേണ്ട സമയമായി. മെയിനായിട്ട് ഹെയർ സെറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹെയർ വാഷാണ് ചെയ്തത്. ബ്ലോ ഡ്രൈ ആണ് പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് ചെയ്തപ്പോൾ ബ്ലോ ഡ്രൈ എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ ഫേസിന് സെറ്റ് ആവാത്ത പോലെ എനിക്ക് ഫീലായി. ഇതാണ് കോമഡി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ മേക്കപ്പ് മാൻ ഞാനാണ്. കണ്ടില്ലേ ക്യൂട്ടായിട്ടിരിക്കണേ. അങ്ങനെ അവിടെ പോണ വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവരുടെ തന്നെ ഒരു റെഫറൽ വെച്ചിട്ട് ഷൂട്ട് നടത്തി. ഞാൻ പാർലറിൽ നിന്ന് ഇറങ്ങിയ കോലത്തിലല്ല തിരിച്ചു പോയത്. ഹെയറൊക്കെ ഫുൾ സെറ്റ് ചെയ്തത് അപ്പോൾ തന്നെ 2 കറ്റടിച്ചപ്പോഴേക്കും അത് പോയി. എനിവേസ് ഇറ്റ് വാസ് എ നൈസ് ഗുഡ് ഡേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ചെയ്യണേ. ഞാൻ എൻജോയ് ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനായിട്ടുള്ള ഫോൺസ്, ഫ്ലവർ ബൊക്കെ എല്ലാം അവിടെ നിന്ന് റെൻ്റലിനാണ് എടുത്തത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. നല്ല മൊമെൻറ്റ്സൊക്കെ വരുമ്പോൾ അത് എൻജോയ് ചെയ്യണം. ബൈ.